പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ജൂലൈ 30 വയനാടുണ്ടായിട്ടുള്ള ആ മഹാദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങൾ ഇതുവരെ വിമുക്തരായിട്ടില്ല. മരണസംഖ്യ വല്ലാതെ കൂടുന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് 250 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളുടെ വാർത്ത കേട്ട് നമ്മളുടെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ ഈ ഇതുപോലെയുള്ള ഈ ദുരന്തബാധിതം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ അതിഗുരുതരമായി ബാധിക്കാനിടയുള്ള, ആ പ്രദേശങ്ങളെ ഒന്നാകെ തന്നെ തകർത്ത് തരിപ്പണമാക്കാനിടയുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിവാസ്റ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേരാണ് തുരങ്കപാത. അതായത് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമായി ഉയർത്തി കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു നിർമ്മാണമാണ് തുരങ്കപാത. ആ തുരങ്കപാത എവിടെ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ദുരന്തമുണ്ടായ മുണ്ടക്കൽ ചൂരൽമല ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടൽ അതിനടുത്തുകൂടി എന്ന് മാത്രമല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സ്ഥലത്തിന് വളരെ അടുത്തുകൂടി പോകുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഈ ടണൽ റോഡ്, ഈ തുരങ്കപാത എന്നതിൻ്റെ ഗൂഗിൾ എർത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചിത്രമാണ്, മാർക്ക് ചെയ്തിട്ടുള്ള ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇത് യഥാർത്ഥത്തിൽ ഇതൊരു തുരങ്കപാതയല്ല, ഇതൊരു ദുരന്തപാതയായിരിക്കും എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത്. ഈ തുരങ്കപാത യാഥാർത്ഥ്യമായാൽ നാളെ ഒരുപക്ഷെ വയനാടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തന്നെ തകർന്ന് തരിപ്പണമായി പോകും, ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു പോകും എന്ന് ഉള്ള മുന്നറിയിപ്പ് ഭരണകൂടത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ തുരങ്കപാതയുടെ ദൂരം 6.8 കിലോമീറ്ററാണ്. മൊത്തം ചെലവെന്ന് പറയുന്നത് 2149 കോടി രൂപ. അത് കിഫ്ബിയാണ് അതിൻ്റെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുക. കിഫ്ബിയാണ് അതിന് സാമ്പത്തിക സഹായം നൽകുക. 2149 കോടി രൂപയും കിഫ്ബിയാണ് നൽകുക. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടുത്തെ പാർട്ടി CPM-ൻ്റെ പാർട്ടിയുടെ ഖജനാവെന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അവരാണ് അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുക. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആയിരിക്കും ഈ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുക. അപ്പോൾ പിണറായി സർക്കാർ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ 3ാമത്തെ പ്രധാനപ്പെട്ട തുരങ്കപാതയായിരിക്കും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് കോഴിക്കോട്, മൈസൂർ, ബാംഗ്ലൂർ മേഖലകളിലെ ആ മേഖലകൾ, അതിലേക്ക് പോകുന്ന റോഡിലുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിലാണ് ഇത് വരുന്നത് എന്ന് മാത്രമല്ല, സർക്കാർ അവകാശപ്പെടുന്നത് കൽപ്പറ്റ കോഴിക്കോട് റോഡ് ഗതാഗതം 31 കിലോമീറ്റർ കുറയും എന്നുള്ളതാണ്. നിലവിലുള്ള റോഡ് NH 212 ആണ്. അത് 9 ഹെയർപിൻ ബെൻഡ് വളവുകളുള്ള 13 കിലോമീറ്റർ മലയോര മേഖലയിലൂടെയാണ് ഇപ്പം റോഡ് പോകുന്നത്. അത് 31 കിലോമീറ്റർ കുറയും എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ പണി 34 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതി ഏതാണ്ട് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിർമ്മാണം ഈ സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് പരിപാടി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് 3.8 കോടി രൂപ ഇപ്പോൾ തന്നെ വകയിരുത്തി കഴിഞ്ഞു. കോഴിക്കോട് ഏതാണ്ട് ഒരു 10 ഹെക്ടർ സ്ഥലം ഇതിനു വേണ്ടി PWDക്ക് ഏറ്റെടുത്ത് കൈമാറിക്കഴിഞ്ഞു. വയനാട്ടിലും ഏതാണ്ട് 8 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്ന് മാത്രമല്ല, കോഴിക്കോട് തിരുവാമ്പാടി മുതൽ മാരിപ്പുഴ, വയനാട്ടിലെ മാരിപ്പുഴ, അതായത് തുരങ്കപാതയുടെ ആരംഭം വരെ
നീണ്ടു നിൽക്കുന്ന ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായിട്ടാണ്ട് 108 കോടി രൂപ വകയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ തുരങ്കപാത നിർമ്മിക്കാനുള്ള എല്ലാ പ്രാഥമിക നടപടികളും ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ തുരങ്കപാത ഇതുവഴിയാണെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ക്യാമൽ ഹമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഈ മല ഉൾപ്പെടെയുള്ള മലനിരകൾക്കടിയിലൂടെ പുത്തുമല ദുരന്തമുണ്ടായ പ്രദേശത്തിന് തൊട്ടടുത്ത് കൂടി ഈ ചൂരൽമല അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഈ മുണ്ടക്കൈ പ്രദേശത്തിനൊക്കെ അടിയിലൂടെ ആണ് ഈ തുരങ്കപാത വരാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് വലിയ വിമർശനങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉയർന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ഇതിൻ്റെ ഒരു പരിസ്ഥിതി ആഘാത പഠനം, ഇതിൻ്റെ ഒരു സാമൂഹ്യ ആഘാത പഠനം, ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വാവുൾ മലയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഉയരം 7677 അടി ഉയരമുള്ള വാവുൾ മലയ്ക്ക് കീഴിലൂടെ ആണ് ഇത് ഈ തുരങ്കപാത പോകുന്നത്. മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ വയനാട്ടിലെ ചെമ്പ്രംകുന്ന് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം പദ്ധതിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു എക്കോ ടൂറിസം പദ്ധതിയുണ്ട്. അത് നിലനിൽക്കുന്നത് ഈ തുരങ്കത്തിന് മുകളിലാണ്. ഈ ചെമ്പ്രക്കുന്നിൽ അവിടെ ഈ പറഞ്ഞ പോലെ നിബിഡമായിട്ടുള്ള ഷോല വനത്തിൽ ഹൃദയരൂപത്തിലുള്ളൊരു തടാകമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ബാണാസുര ചിലപ്പൻ എന്നൊക്കെ പറയുന്നത് പോലെ വംശനാശം നേരിടുന്ന ഒട്ടേറെ പക്ഷി മൃഗാദികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൂരൽമലയ്ക്കും വാവുൾമലയ്ക്കും ഇടയിലുള്ള പുത്തുമലയിലാണ് ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഏതാണ്ട് 7 പേര് മരിക്കുകയും ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണണം. പിണറായി വിജയൻ അവകാശപ്പെടുന്നത് ഇത് 2 വരി തുരങ്കപാതയായിരിക്കും എന്നുള്ളതാണ്. വലിയ തോതിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് തുരങ്കപാത എന്നാണ് പിണറായി വിജയൻ സർക്കാർ അവകാശപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരിരംഗൻ കമ്മിറ്റിയും ഒക്കെ തന്നെ ഏറ്റവും പരിസ്ഥിതി ലോലം, ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള പ്രദേശത്തിന് കീഴിലൂടെയാണ് ഈ തുരങ്കപാത പോകുന്നത് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പോൾ വയനാട്ടിലെ ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുള്ളൊരു പഠനമുണ്ട്. 2020 അത് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന പഠനമാണ്. ആ പഠനത്തിൽ പറയുന്നത് 2200 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്റർ ഉള്ള വയനാട്ടിൽ 449 കിലോമീറ്റർ സ്ഥലം തീവ്രമായിട്ടുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത്. അത് വയനാടിൻ്റെ 21% സ്ഥലം വരും. അതായത് വയനാടിൻ്റെ 21% സ്ഥലത്തും തീവ്ര ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണെന്നാണ് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ 1000 ചില്ലുവാനം ചതുരശ്ര കിലോമീറ്ററിൽ പറഞ്ഞ പോലെ മിത സാധ്യത, അവിടെയും ഈ ഉരുൾപൊട്ടൽ ഇതിനുള്ള മിത സാധ്യതയുണ്ട്. അപ്പം 2000 ചില്ലുവാനം കിലോമീറ്ററിൽ 1500 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും ഒന്നുകിൽ തീവ്രമായിട്ടോ അല്ലെങ്കിൽ മിതമായിട്ടോ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ തന്നെ അതിഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലും അതിനു മുമ്പ് പുത്തുമലയിലെ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുള്ള ഏതാണ്ട് 1-2 വർഷങ്ങൾക്കിടയിൽ തന്നെ 1000-ലധികം ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായിട്ടുള്ള വയനാട്ടിൽ ആണ്, ആ വയനാട്ടിൽ ഉള്ള ആ മലനിരകൾക്ക് കീഴിലൂടെയാണ് ഈ തുരങ്കപാത ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സുഹൃത്തുക്കളെ, ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഇത്രയേറെ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ ഇടപെടലാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ വിവേചനരഹിതമായി പടർന്ന് പന്തലിച്ച ടൂറിസം വ്യവസായം, റിസോർട്ട് മാഫിയ, അവിടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ വളർന്നു വന്ന പാറമട മേഖല, അതുപോലെ തന്നെ വിവേചനരഹിതമായിട്ടുള്ള റോഡ് നിർമ്മാണം, ഇതൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആഘാതം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്.
ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. മഴയിലുണ്ടായിട്ടുള്ള മാറ്റം. അതായത് വർഷത്തിൽ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്ന വളരെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റായി പെയ്യുന്ന ഒരു മഴ പെയ്തിരുന്ന പ്രദേശത്ത്, വയനാട്ടിൽ ഇപ്പോൾ ചെറിയ ഒരു പ്രദേശത്ത് വലിയ തോതിലുള്ള മഴ, അതായത് ഏതാണ്ട് ഒരു 100 മില്ലിമീറ്ററിൽ താഴെയാണ് മഴ കിട്ടേണ്ടതെങ്കിൽ 500-600 മില്ലിമീറ്റർ മഴ 1-2 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം പെയ്യുന്ന ഒരു നിലയാണ് അവിടെ വന്നിട്ടുള്ളത്. അതവിടെ വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ കുന്നുകളും മലനിരകളുമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലിൻ്റെയും ഈ മണ്ണിടിച്ചിലിൻ്റെയും ഒക്കെ പ്രത്യാഘാതം ഇത്രയേറെ വർദ്ധിച്ചത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതീവ ദുർബലമാണ് വയനാട്ടിലെ പരിസ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ വയനാട്ടിലെ ഏതാണ്ട് ഒരു 70% സ്ഥലത്തും തീവ്രവും മിതവുമായിട്ടുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ടൂറിസം വ്യവസായവും പാറമടയും നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് നിർമ്മാണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ വയനാട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്ന, വയനാടിലെ നല്ല ഭാഗവും ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഈ തുരങ്കപാത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താ? ഒരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നല്ല മെഡിക്കൽ കോളേജുകളൊന്നുമില്ല. വയനാട്ടിൽ നല്ല മെഡിക്കൽ കോളേജുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രോഗികളെ പെട്ടെന്ന് കോഴിക്കോട് എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമായിരിക്കും തുരങ്കപാത എന്നാണ് ഈ തുരങ്കപാതയുടെ പിന്തുണക്കാർ ഇപ്പോൾ പറയുന്നത്. സുഹൃത്തുക്കളെ, വയനാട്ടിൽ നല്ല മെഡിക്കൽ കോളേജ് ഇല്ല. വയനാട്ടിൽ നിന്ന് രോഗികളെ കോഴിക്കോട് കൊണ്ടുവരേണ്ട സാധ്യത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വയനാട്ടിൽ നല്ല മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ടാണ്. 300-400 കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ വയനാട്ടിൽ നല്ല മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി കൂടെ? 1-2 എണ്ണം. ഇപ്പോൾ ഇതിനു വേണ്ടി 2100 ചില്ലാനം കോടി രൂപയല്ലേ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നു. 300-400 കോടി രൂപ ഉണ്ടെങ്കിൽ 1-2 മെഡിക്കൽ കോളേജ് നമുക്ക് അവിടെ ഉണ്ടാക്കിക്കൂടെ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല, ഇതിന് ബദലായിട്ട് വേറെ പല വഴികളും പറയുന്നുണ്ട്. അതായത് താമരശ്ശേരി മലയോര റോഡ് വീതി കൂട്ടുക, അല്ലെങ്കിൽ വടകര കുറ്റ്യാടി മാനന്തവാടി റോഡ് വികസനം, ഇതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഈ തുരങ്കപാതയ്ക്ക് ബദലായിട്ടുള്ള സാധ്യതകളായിരിക്കും അതൊക്കെ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിൻ്റെ പുറകിൽ വലിയ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. വലിയ തോതിലുള്ള പാറ കച്ചവടത്തിൻ്റെ സാധ്യത ഇതിനകത്ത് വലിയ തോതിലുണ്ട്. ഇത് 2000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് തുടങ്ങി തീരുമ്പോഴത്തേക്കും 4000 കോടി രൂപ ആകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആരും തർക്കവുമില്ല. ഇതിൻ്റെ പുറകിൽ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ടൂറിസം വ്യവസായികൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതൊക്കെ പറയുമ്പോഴും വയനാട്ടിൽ ഇത്രയും പേർ മരിച്ച, അതീവ ഈ പറഞ്ഞ പോലെ തീവ്ര പ്രത്യാഘാതമുള്ള ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ ഏതാണ്ട് ഒരു 21% പ്രദേശം സ്ഥലവും തീവ്രമായിട്ടുള്ള ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശം ആയിരിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രദേശമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥയിൽ വളരെ ഈ പറഞ്ഞ പോലെ നമുക്കെതിരായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രത്യാഘാതം ഏറ്റവും ഗുരുതരമായി വയനാടിനെ ബാധിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഈ തുരങ്കപാത അടിയന്തരമായി അതിൻ്റെ നിർമ്മാണം ഈ സർക്കാർ നിർത്തിവെക്കണം. അതിൻ്റെ നിർമ്മാണം എന്നല്ല, അത് നിർമ്മിക്കാനുള്ള പദ്ധതി സ്ക്രാപ്പ് ചെയ്യണം, അത് റദ്ദാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതവിടെ നടന്നാൽ ആ പ്രദേശം പൂർണ്ണമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തകർന്ന് തരിപ്പണമായി പോകും, ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവിടുത്തെ ഭരണകൂടത്തിന് ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ 10 ഇരട്ടിയെങ്കിലും വലിയ ദുരന്തമായിരിക്കും എന്ന് നമ്മുടെ ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നായിരിക്കും.